കച്ചവടം ആരുമായും ചെയ്യാം. കാശു വാങ്ങുന്നു, സാധനം വിൽക്കുന്നു, അത്ര തന്നെ. പക്ഷേ അതിൽ ആത്മാവോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. കാരണം വിൽക്കുന്നവനും വാങ്ങുന്നവനും കേവലം ആവശ്യക്കാരാണ്, പങ്കാളികളല്ല. പഴയ ഇന്ത്യ ഇറാൻ ബന്ധം പോലെ. 10-12 വർഷം മുമ്പ് ഇറാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണദാതാവായിരുന്നു. 4 ലക്ഷം ബാരൽ വരെ പ്രതിദിനം ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. അന്ന് ഇറാന്റെ എണ്ണയ്ക്ക് മേൽ ഉപരോധം ഇത്ര കടുത്തിരുന്നില്ല. എന്നാൽ ഉപരോധം വന്നതോടെ ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറച്ചു. ബന്ധം കേവലം എണ്ണ വ്യാപാരത്തിൽ നിന്ന് തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് മാറി. ആ ചരിത്രം വളരെ വിസ്മയിപ്പിക്കുന്നതാണ്. 2014 മുമ്പും ശേഷവുമുള്ള ഈ മാറ്റം കേവലം ഉപഭോക്താവിൽ നിന്നും തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള മാറ്റമായി കാണാനാകും. ഇന്ത്യയുടെ വിദേശ നയ ചരിത്രത്തിൽ ഇറാനുമായുള്ള ബന്ധത്തിന് സമാനതകളില്ലാത്ത പ്രാധാന്യമുണ്ട്. ലോകം മുഴുവൻ ഉപരോധങ്ങളിലൂടെ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇന്ത്യ ഇറാനെ പിന്തുണച്ചു. എന്നാൽ 2014ഓടെ ഈ പിന്തുണയുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. 2014 മുൻപ് എണ്ണയാൽ നയിക്കപ്പെട്ട സാമ്പത്തിക ജീവനാഡിയായിരുന്നു ഇറാന് ഇന്ത്യ. ഒരു തരത്തിൽ ATM പോലെ. 2014 മുമ്പുള്ള കാലഘട്ടത്തെ ഹൈ വോളിയം ലോ സ്ട്രാറ്റജി കാലഘട്ടമെന്ന് വിളിക്കാം. കാരണം അക്കാലത്ത് ഇറാന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉപഭോക്താവായിരുന്നു ഇന്ത്യ. പ്രതിദിനം 2.2 ലക്ഷം മുതൽ 4 ലക്ഷം ബാരൽ വരെ എണ്ണ ഇന്ത്യ ഇറാന്റെ പക്കൽ നിന്നും വാങ്ങിയിരുന്നു. 2013-14 കാലഘട്ടത്തിൽ മാത്രം ഏകദേശം 11 ദശലക്ഷം ടൺ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരാതെ പിടിച്ചു നിർത്തിയത് ഇന്ത്യ നൽകിയ ഈ വൻ തുകകളാണ്.